ഗർഭിണികൾ പാരസെറ്റമോൾ മരുന്ന് കഴിക്കുന്നത് കുട്ടികളിൽ ഓട്ടിസം അല്ലെങ്കിൽ ADHD എന്നിവയ്ക്ക് കാരണമാകുമെന്ന ആശങ്കയ്ക്ക് താൽക്കാലിക ആശ്വാസം. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഭരണകൂടം ഈ വിഷയത്തിൽ സ്വീകരിച്ച നിലപാടുകൾ ആഗോളതലത്തിൽ വലിയ ചർച്ചയായിരുന്നു. ഇത് ആരോഗ്യ വിദഗ്ധർക്കിടയിലും ആശങ്ക ഉണ്ടാക്കിയിരുന്നു. ഗർഭകാലത്ത് പാരസെറ്റമോൾ ഉപയോഗിക്കുന്നത് കുട്ടികളിൽ ഓട്ടിസം അല്ലെങ്കിൽ ADHD ഉണ്ടാകാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുമെന്ന ചില ആശങ്കകൾ അമേരിക്കയിൽ വ്യാപകമായി പ്രചരിച്ചിരുന്നു. ഗർഭിണികളായ സ്ത്രീകൾ പാരസെറ്റമോൾ ഒഴിവാക്കണം, അല്ലെങ്കിൽ ഓട്ടിസമുള്ള കുഞ്ഞ് ജനിച്ചേക്കാമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ വർഷം മുന്നറിയിപ്പ് നൽകിയത് രാജ്യത്ത് വലിയ വിവാദം സൃഷ്ടിച്ചിരുന്നു. ലോകാരോഗ്യ സംഘടന ഉൾപ്പെടെ ട്രംപിന്റെ പ്രസ്താവനയ്ക്കെതിരെ രംഗത്തെത്തി. എന്നാൽ പാരസെറ്റമോളും ഓട്ടിസവും തമ്മിൽ അത്തരമൊരു ബന്ധമില്ലെന്ന് സ്വീഡനിലെ കരോലിൻസ്ക ഇൻസ്റ്റിറ്റ്യൂട്ടും അമേരിക്കയിലെ ട്രെക്സൽ യൂണിവേഴ്സിറ്റിയും സംയുക്തമായി നടത്തിയ പഠനം വ്യക്തമാക്കിയിട്ടുണ്ട്. 1995 മുതൽ 2019 വരെ ജനിച്ച ഏകദേശം 24 ലക്ഷം കുട്ടികളുടെ വിവരങ്ങളാണ് ശാസ്ത്രജ്ഞർ പരിശോധിച്ചത്. ഇത്രയും വലിയൊരു വിഭാഗത്തിൽ നടത്തിയ പഠനം എന്ന നിലയിൽ ഇതിന്റെ ഫലങ്ങൾ വളരെ വിശ്വസനീയമാണെന്നും ആരോഗ്യ വിദഗ്ധർ വാദിക്കുന്നുണ്ട്. കുടുംബത്തിലെ ജനിതകപരമായ കാരണങ്ങൾ കൊണ്ടോ മാതാപിതാക്കളുടെ ആരോഗ്യസ്ഥിതി കൊണ്ടോ ആണ് കുട്ടികളിൽ ഓട്ടിസം വരുന്നത്. എന്നാൽ പാരസെറ്റമോൾ മരുന്നിനെക്കുറിച്ചും സംശയം നിലനിന്നിരുന്നു. പനി, വേദന തുടങ്ങിയ ബുദ്ധിമുട്ടുകൾക്ക് ഗർഭകാലത്ത് സുരക്ഷിതമായി ഉപയോഗിക്കാവുന്ന മരുന്നാണ് പാരസെറ്റമോൾ എന്ന് ഡോക്ടർമാർ അഭിപ്രായപ്പെട്ടു. പുതിയ പഠനം ഈ വിശ്വാസത്തിന് ശാസ്ത്രീയമായ അടിത്തറ നൽകുന്നുണ്ട്. എങ്കിലും ഗർഭകാലത്ത് ഏത് മരുന്ന് കഴിക്കുമ്പോഴും സ്വന്തമായി തീരുമാനമെടുക്കാതെ ഡോക്ടറുടെ ഉപദേശം തേടണമെന്നും ആരോഗ്യ വിദഗ്ധർ നിർദ്ദേശിച്ചു. ന്യൂസ് ഡെസ്ക്, മാഗ്നവിഷൻ.